ഓരോ ദിവസവും മനീഷിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും മനീഷിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിരവധി ആൾക്കാരാണ് ഇങ്ങനെ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാവരും പേടിക്കുന്ന ഒരേ ഒരു പേര് അനീഷ് എന്ന് പറയുന്ന പേര് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇത് പേടി തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ഒരു കപ്പ് വാങ്ങിച്ചു കൊടുക്കണം. ഷാനവാസിനും ആര്യനൊന്നും ഇപ്പോൾ വേണ്ട കപ്പ്. കാരണം എന്താ വെച്ചാൽ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും ഒരു കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു കൊണ്ടുപിടുത്തമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ 16 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ PR-കൾ വെറുതെ ഇരിക്കത്തില്ല. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടപടലം തോണ്ടിയെടുക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 16 ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നടക്കും? അത് തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. 16 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ 3 മാസം ജോലി ചെയ്യും നല്ല രീതിയിൽ. ആ ജോലി തന്നെയാണ് ഇപ്പോഴിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് അനീഷിന്റെ പുറകുന്ന് വിടാതെ എല്ലാവരും അനീഷിനെ കടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. അനീഷിന്റെ ചെറിയൊരു നെഗറ്റീവിന് വേണ്ടിയിട്ട് ദാഹിച്ച് നടക്കുകയാണ് അവിടെയുള്ളവരും ഇവിടെയുള്ളവരും എല്ലാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടത് അനീഷിന്റെ വായിൽ നിന്നും എന്താണ് വീഴുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബിഗ് ബോസ് ആണെങ്കിൽ അനീഷിന് മാത്രമാണ് ക്യാമറ കൊടുക്കുന്നത്. അതുമാത്രവുമല്ല, ഇന്നലെ എല്ലാവരും കൂടി പിടിച്ചിട്ട് ജയിലിലും 4 മണിക്കൂറോളം അനീഷ് ക്യാമറ കൊണ്ടുപോയി. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും പുറത്തുള്ള PR-കൾക്ക് നല്ല വേദനയുണ്ടാകും. കാരണം എന്താ വെച്ചാൽ അവിടെ ഉപ്മാവെടുക്കാനും കഞ്ഞിയുടെ അളവെടുക്കാനും കൊടുത്തത് വിളമ്പിക്കൊടുക്കാനും മാത്രമാണ് അനുമോൾ അവിടെ പോയിരിക്കുന്നത്. അനുമോൾക്ക് ഒരു ഗെയിമും ഇല്ല, ഒന്നുമില്ല. അനുമോള് നമ്മൾ വിചാരിക്കുന്ന പോലെ വെറുതെ എങ്കിലും ഒരു പ്ലാച്ചിനെയും കൊണ്ട് നടന്ന് ഒരു 10-20 ദിവസം ജനങ്ങളെ പൊട്ടന്മാരാക്കി. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ജിസൈലിന്റെ പുതപ്പിന്റെ അടിയിൽ നടക്കുന്നത് നോക്കിയിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കി. ഇപ്പോൾ അതിലും ഒരു സത്യവുമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിൻ്റെ അകത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്താ പ്രേതകഥകൾ മാത്രമായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ അനുമോളും പറയുന്നത് എന്താ, പ്രേതകഥകൾ എനിക്കും കേൾക്കണം. അങ്ങനെ ആര്യനുമായിട്ട് ഒരു കോംബോ സെറ്റ് ചെയ്യാനൊക്കെ ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ, ആര്യൻ എന്ന് പറഞ്ഞ ജിസൈല് പോയപ്പോൾ ഏതായാലും അനുമോളെ പിടിക്കാം. കാരണം അനുമോളെ പറ്റിയിട്ട് നല്ലതാണ് തൻ്റെ വീട്ടുകാർ പറഞ്ഞത്. അങ്ങനെ ഒരു ടോം ആൻഡ് ജെറി കോംബോ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകാം എന്നുള്ള ഇതിലാണ് അനുമോളും അതുപോലെ തന്നെ നമ്മുടെ ആര്യനും ശ്രമിക്കുന്നത്. പക്ഷെ അത് അങ്ങോട്ടങ്ങ് സെറ്റ് ആകുന്നില്ല. കാരണം എന്താ, ഈ ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഈ ചോറ് വിളമ്പുന്നതും അതുപോലെ തന്നെ ഉപ്മാവ് വിളക്കുന്നതും പോലെയല്ല. അവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്ടിങ്സും ഇതൊക്കെ വേണം. പക്ഷെ ഇതൊന്നും സെറ്റ് ആകുന്നില്ല. കാരണം എന്താ, അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വിലങ്ങ് തടിയായിട്ട് ആദില നൂറമാരുണ്ട്. ആദില നൂറമാരുടെ നിഴലാകാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ ജനങ്ങൾ എന്ത് വിചാരിക്കും? അയ്യോ, ഇവരുടെ സപ്പോർട്ട് എനിക്ക് കിട്ടത്തില്ലല്ലോ, ഇവരെ എന്നെ പിന്നെ ലക്ഷ്മിയെ പോലെയല്ലേ കാണുക എന്നുള്ളൊരു ഭയമാണ് അനുമോൾക്ക്. അതുകൊണ്ട് തന്നെ അനുമോൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആദില നൂറമാരുടെ സൈഡ് പറ്റിയിട്ട് എങ്ങനെയെങ്കിലും 100-ാം ദിവസം മാത്രമേ എന്നെ ഇറക്കി വിടാതെ ദൈവമേ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. 16 ലക്ഷം കൊടുത്തവരുടെ കാര്യം കഷ്ടപ്പോകുകയാണ്. അവർക്ക് 32 ലക്ഷം കിട്ടിക്കഴിഞ്ഞാലും ശരി ഈ ഒരു മത്സരാർത്ഥി അവർക്ക് പൊക്കിക്കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവരാകെ നശിച്ചുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ PR മാത്രം കൊടുത്താൽ പോരാ, അവിടെ നിന്ന് അനങ്ങി കളിക്കണ്ടേ. ഇതെന്ന് പറയുന്നത് ആദ്യം ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് എന്ന് പറഞ്ഞാൽ ഉപ്മാവളക്കലല്ലാതെ കിച്ചണിലെ അടിയല്ലാതെ അനുമോൾക്ക് എന്ത് ഗെയിമാണുള്ളത്? എന്ത് ടാസ്ക്കാണ് അവർ കളിച്ചിരിക്കുന്നത്? ഒരു ടാസ്ക് പോലും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ടാസ്ക് പോലും അവർ കളിച്ചിട്ടുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പിന്നെന്താ പറഞ്ഞ് ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. എന്താന്ന് നമുക്ക് ആർക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അനുമോള് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയെ നിങ്ങൾ ഇനി എത്ര പൊക്കിക്കഴിഞ്ഞാലും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അനുമോൾക്ക് മാത്രമേ ഫാൻസ് ഉള്ളൂ, അനുമോൾക്ക് മാത്രമേ ഫാൻസ് ഉള്ളൂ എന്ന് എല്ലാവരും രായിക്ക് രാമായണം 40 വട്ടം പറയുന്നുണ്ട്. പക്ഷെ എനിക്കത് തോന്നിയിട്ടേ ഇല്ല. അനുമോൾക്ക് അത്രത്തോളം ഫാൻസ് ഉണ്ട് എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താ, അനുമോൾക്ക് ഫാൻസേ ഇല്ല. അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നതാണ്, ഭൂമിയിൽ നിന്നും ഉണ്ടാക്കുന്നതാണ്. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് ലൈക്കുകളും കമൻറ്റുകളും വാരി വിതറിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അനുമോൾക്ക് ഭയങ്കര ഫാൻസ് ആണെന്ന്. ഇല്ലാത്ത ഫാൻസിനെ കൊണ്ടുവരികയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. അപ്പോൾ 16 ലക്ഷം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരാ പണിയെടുക്കുമല്ലോ. അത് ഉറപ്പായിട്ട് അത് അനുമോൾ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. അതാണ് ഞാൻ 16 ലക്ഷം കൊടുത്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ ഒന്നും നിശ്ചയിച്ചില്ല. ഞാൻ PR കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും എന്നോട് പറഞ്ഞു PR കൊടുക്കണമെന്ന്, ഞാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ്. ഏതായാലും ഇന്ന് ലാലേട്ടൻ്റെ ഒരു പ്രമോ വന്നിട്ടുണ്ട്. അതിൽ PR കൊടുത്ത അനുമോളെ എന്താണ് ചെയ്യാൻ പോകുന്നത്, ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പുറത്താക്കും, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്താക്കും. എന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും ഇത് കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പോൾ ഉണ്ടാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും അങ്ങനെയും മിണ്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എപ്പിസോഡിൻ്റെ രസം പോകുന്ന ഇതിനൊന്നും നമ്മൾ നിൽക്കുന്നില്ല.
കാരണം എന്താ വെച്ചാൽ ലാലേട്ടൻ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ഉറുപ്പ്യ മുടക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പോയിട്ട് വെറുതെ രസം കളയുന്നത് നമുക്കല്ലാതെ അവിടെ നിന്ന് ആരും പറഞ്ഞു തരാനൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ കേട്ട ബാധി കേൾക്കാത്ത ബാധ്യം അടിച്ചു വിടുന്നല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളിനി രസം കളയുന്നില്ല. ലാലേട്ടൻ്റെ ഭാഗത്ത് ഞാനും പിടിക്ക് വിടുന്നില്ലേ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിലേക്ക് വന്നു കഴിഞ്ഞാൽ അനീഷിനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘം ഇവിടെ ഭയങ്കരമായിട്ടങ്ങ് കിടന്ന് അർമാദിച്ചു കൊണ്ടിരിക്കുകയാണ്. അനീഷിന് കപ്പടിക്കാനാകുമ്പോഴേക്കും അനീഷിൻ്റെ മാനസിക നിലയെ തന്നെ അപകടപ്പെടുത്തണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവരുടെയൊക്കെ ഗെയിം എന്ന് പറഞ്ഞാൽ. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ അനീഷിന് ക്രൂരമായ പരീക്ഷണങ്ങളായിരിക്കും നേരിടേണ്ടി വരും. അതാണ് ക്രൂരമായ പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും ഒരു ഘട്ടമായിട്ട് നിൽക്കുകയാണ്. അവിടെ എല്ലാവരും ഒരു ഘട്ടമായിട്ട്, അതായത് അനീഷിനെ മാത്രമാണ് ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് അതിലുള്ള എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കണ്ണുകൾ ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കുന്നിടത്തേക്ക് വരെ കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രതികാര ദാഹികളായിട്ട് അവിടെ നടക്കുന്ന ആദില ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ ഇവനുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ഷാനവാസ്, ഇവർക്കൊക്കെ അനീഷിനോട് ഭയങ്കരമായിട്ടുള്ള പ്രതികാരമുണ്ട്. അതോട് കൂടിയിട്ട് തന്നെ അനീഷിന്റെ ഗെയിം പൊളിയും എന്നിവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഒരു നോട്ടം വരെ വേണമായിരുന്നു. അത്രത്തോളം ക്രൂരമായിട്ട് പെരുമാറും. നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാലോ, ഈ പിന്നെ എന്താ പറയുക, അനീഷിനെ ഉറങ്ങാൻ പെടാതെ ദിവസങ്ങളോളം അയാൾ ഉറക്കം ഒഴിച്ച് നിന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇപ്പോൾ അയാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ശരിക്കും പറഞ്ഞാൽ ആ കിച്ചണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ സൂമിങ്ങിൽ തന്നെയാണ് ക്യാമറ കിടക്കുന്നത്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുതരം പ്രതികാര ദാഹികളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ലതും ചെയ്യാനും മതി. അതുകൊണ്ട് അനീഷിനെ രക്ഷപ്പെടുത്തുക തന്നെ വേണം. അനീഷിൻ്റെ ജീവൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാനസികമായിട്ട് തന്നെ അയാളെ തകർത്ത തരിപ്പണായിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ പ്രേക്ഷകരുടെ പിന്തുണയാണ് അനീഷിനെ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ അയാളെ ഇതാക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അവിടെ ഒരു ഗെയിമും ഇല്ലാത്ത കുറേ എണ്ണവും പിന്നെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം എന്ന് കരുതിയിട്ട് ആര്യനിപ്പോൾ പൊങ്ങി വരുന്നുണ്ട്, എന്തൊക്കെയോ കാട്ടിക്കൂട്ടണം എന്ന്. ഒരു പൊങ്ങലുമില്ല. കാരണം എന്താ, ഇപ്പോഴും ഈളക്കുട്ടി തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അവർ കേസ് കൊടുത്തു, ഇവർ കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയേണ്ടത്, ഇവന്മാരെയൊക്കെ എടുത്ത് തലയിൽ വെക്കുന്നവന്മാരും ഇവർ തന്നെയാണ്. ഇവരൊക്കെ കേസ് കൊടുക്കുന്നത് ഇവന്മാരുടെ. നമ്മൾ അനീഷ് അതിൻ്റെ അകത്ത് ഇടപെടുന്നില്ല. അനീഷിന് ജയിലാണ്. എല്ലാ ദിവസവും അനീഷിന് ഇനി ജയിൽ തന്നെയാണ്. ഇനിയുള്ള 4 ആഴ്ചകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് ഒരു പുള്ളി അനീഷ് മാത്രമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു പുള്ളീനെ മാത്രമേ ഇനി അവർക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുള്ളൂ. അതാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ജയിൽ നോമിനേഷൻ കൂടി അനീഷിന് മാത്രം പോകുമെന്നും പറയാൻ പറ്റൂല. കാരണം അങ്ങനെയാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.